അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലോ ക്ലിപ്സ് യൂസ് ചെയ്തിട്ടുള്ള വേറെയും 3-4 ഹെയർ സ്റ്റൈലാണ്. ഒരുപാട് ഹെയർ സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളാണ്, കാണാൻ ക്യൂട്ടുമാണ്. നിങ്ങൾ മീഷോന്ന് ഈ ക്ലിപ്സ് വാങ്ങിക്കോട്ടെ, അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കടയിലൊക്കെ പോയാൽ ഒരു ക്ലിപ്പിന് തന്നെ എന്തായാലും 80 രൂപ കാണും. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. ഫ്രണ്ടിൽ നിന്ന് ഇയർ ടു ഇയർ സെക്ഷൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കെട്ടിയ ഭാഗത്ത് അവിടെ ഇതുപോലൊരു ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടില്ലേ? പെട്ടെന്ന് തന്നെ ആയില്ലേ? ഇതിൻ്റെ വേറൊരു ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ. ഇതാണ് എൻ്റെ ദൈവം തന്ന കുഞ്ഞി. മോളും കണ്ടോ കെട്ടിയിട്ട്? അതെൻ്റെ വലിയ മോളോട് പണിയായിരുന്നു കെട്ടിക്കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റൈലിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മീഷോന്ന് വാങ്ങിക്കോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കടയിൽ പോകുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഡ്രസ്സിനായാലും എന്ത് ആയിക്കോട്ടെ, നമ്മൾ ടൗണിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്, ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഒരു 50 രൂപ എന്തായാലും അധികമായിരിക്കും. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് നല്ലതല്ലേ? അതുകൊണ്ടാണ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറയുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്വാളിറ്റി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുക, റേറ്റിങ്സ് നോക്കുക, അതിൽ വാങ്ങിച്ചവർ റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കി വാങ്ങാം. അടുത്ത ഹെയർ സ്റ്റൈൽ ഞാൻ പോണി ടൈൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹെയർ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ബുഷ് കെട്ടിക്കൊടുത്തിട്ട് അവിടെ ഇതുപോലുള്ള ക്ലോ ക്ലിപ്പ് വെച്ച് കൊടുക്കുക. ഞാൻ വാങ്ങിച്ചതിൽ ഈ ക്ലിപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ട് കളറാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹെയർ രണ്ടായിട്ട് സെക്ഷനാക്കിയിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എൻ്റെ വരെ നിങ്ങൾ ഇതുപോലെ പിരിച്ചു കൊടുത്തോട്ടെ. ഞാൻ എൻ്റെ വരെ പിരിച്ചു കൊടുത്തിട്ടില്ല, ഇത്രേ പിരിച്ചു കൊടുത്തിട്ടുള്ളൂ. കണ്ടോ? ഇതുപോലെ എന്നിട്ട് ചുറ്റിക്കുന്നുണ്ട്, ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ വരെ കൊടുത്താലും ഭംഗിയുണ്ടാവും, ഇതുപോലെ ചെയ്താലും ഭംഗിയുണ്ടാവും. കഴിയുന്നത് നിങ്ങൾ ലാസ്റ്റ് നമ്മൾ കുത്തി കൊടുക്കുന്ന യൂപ്പിനാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ വാങ്ങിച്ചു വെച്ച യൂപ്പിനൊന്നുമില്ല. ഞാൻ ടിക് ടാക്ക് ക്ലിപ്പാണ് കുത്തി കൊടുക്കുന്നത്. ടിക് ടാക്കിനേക്കാളും നല്ലത് യൂപ്പിനായിരിക്കും. യൂപ്പിനാകുമ്പോൾ കാണൂല, ഹെയറിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കോളും. ഓക്കെ, ഇതാണ് ഫൈനലായിട്ട്. ഫ്രണ്ടിലും കൂടി ഹെയർ ഇട്ടാൽ നല്ലൊരു ക്യൂട്ട് ലുക്കാവും. അടുത്തത് നമുക്ക് തേർഡ് സ്റ്റൈൽ നോക്കാം. അതിനു വേണ്ടി ഹെയറെല്ലാം ഞാൻ പുറകിലോട്ട് വാരിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പോണി ടൈൽ പോലെ ഫുള്ള് മുകളിലേക്ക്. എന്നിട്ട് ഞാൻ ബുഷ് ഇട്ട് കൊടുക്കുന്നില്ല, ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ ഉണ്ടക്കെട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിരിക്കുന്നില്ല, അതുപോലെ പിരിച്ച് ഒരു ഭാഗം കൊണ്ടുവന്ന് അവിടെ ക്ലോ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് തന്നെ ഇതായതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ക്ലിപ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോഴേക്കും എൻ്റെ മോളുടെ ഫേവറേറ്റ് ഇത് തന്നെയായിപ്പോയി. എന്നിട്ട് ബാക്കി ഹെയർ ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. യൂപ്പിൻ കുത്തുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സൂചി ക്ലിപ്പില്ലേ, നമ്മുടെ മുല്ലപ്പൂ കുത്തുന്നത്, അതായിരിക്കും നല്ലത്. അപ്പോൾ ആ ക്ലിപ്പൊക്കെ ആ ഹെയറിൻ്റെ അടിയിൽ കാണുമ്പോൾ ഒക്കെ നല്ല ക്യൂട്ടാണ്, ഭംഗിയാണ്. നമുക്കടുത്തത് ഫോർത്ത് സ്റ്റൈൽ കാണാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ലാസ്റ്റ് ഫോർത്ത് ഹെയർ സ്റ്റൈലിൽ നമ്മുടെ ചെവിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് പോർഷനുള്ള ഹെയർ എടുത്തിട്ട് ഇതുപോലെ പുറകിലോട്ട് ഒരു ബുഷ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? എന്നിട്ട് ആ ബുഷ് കുറച്ച് ലൂസാക്കിയിട്ട് ബുഷിൻ്റെ ആ ലൂസാക്കിയ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഹെയർ കൊണ്ടുവരിക. ഞാൻ പുറകിലോട്ട് എനിക്ക് കാണുന്നില്ല, ജസ്റ്റ് ഒരു ഊഹം വെച്ചാണ് ചെയ്യുന്നത് കൊണ്ട് ചീകിയതൊന്നും ശരിയായിട്ടില്ല. എന്നിട്ട് അവിടെ ക്ലോ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹെയർ അഴിച്ചിടുന്നുണ്ട്. ഒന്നാമത് എൻ്റെ ഓളിമേസിങ് ഹെയറാണ്, അതുകൊണ്ടാണ് നല്ല ഒരു രീതിയിൽ നിൽക്കാത്തത്, ഇങ്ങനെ ഒരു ചകിരി പോലെ നിൽക്കുന്നത്. നിങ്ങളെ ഹെയറിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കേളി ഹെയറിന്, സ്ട്രെയിറ്റ് ഹെയറിനൊക്കെ ഈ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.